നമസ്കാരം. ഇന്ന് ഞാൻ പച്ചക്ക് പറയുന്നത് മനുഷ്യരാശിക്ക്, നാടിന്, യുവതലമുറക്കൊക്കെ പ്രതീക്ഷ നൽകുന്ന ഒരു ശുഭാപ്തി വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാൻ വേണ്ടി സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുത്ത റാഫേൽ തട്ടിൽ പിതാവിനെ കുറിച്ചാണ്. ആ പിതാവിനോടാണ് ഞാൻ ഇന്ന് അപേക്ഷിക്കുന്നത്. ദയവായി കക്ഷി രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട്, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്ന വർഗീയത മാറ്റിവെച്ചുകൊണ്ട്, ഒരു സാധാരണ ജനം, മനുഷ്യൻ എന്ന രീതിയിൽ ദയവായി എന്നെ ശ്രവിക്കാൻ ഞാൻ അപേക്ഷിക്കുന്നു. രാഷ്ട്രീയവും മതവും രണ്ടായി നിൽക്കുകയും, അതായത് മതത്തിന്റെ ജോലി മതത്തിന്റെ പ്രവർത്തന മേഖലയിലും രാഷ്ട്രീയം രാഷ്ട്രീയത്തിന്റെ പ്രവർത്തന മേഖലയിലും നിന്നുകൊണ്ട് രണ്ടും കൂടി ചേർന്നാൽ അത് ജനത്തിനും രാജ്യത്തിനും ഗുണം ചെയ്യുന്നതായിരിക്കണം. ഒരിക്കൽ കൂടി പറയുകയാണ്, രാഷ്ട്രീയം വേറെ, മതം വേറെ. മതത്തിന് മതത്തിൻ്റെതായ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യത്തിൽ കുറച്ചെല്ലാം വിശ്വാസവും, നമ്മളെ മതപരമായി സഹിക്കാനും ക്ഷമിക്കാനൊക്കെ ബൈബിളിലും ഖുറാനിലും ഭഗവത്ഗീതയിലൊക്കെ പഠിപ്പിച്ചിരിക്കുന്ന നമ്മുടെയൊക്കെ യേശുക്രിസ്തു ആയാലും ശ്രീരാമനായാലും അയ്യപ്പനായാലും ഗുരുവായൂരപ്പനായാലും പടച്ചോനായാലും നബി ആയാലും എല്ലാം പറഞ്ഞു വച്ചിരിക്കുന്ന വചനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ബൈബിളിലും ഒരു ഖുറാനിലും ഒരു ഭഗവത്ഗീതയിലും ഒരാളെ ദ്രോഹിക്കുവാനോ നാടിനും എന്തെങ്കിലുമായിട്ട് മത്സ്യം, പരിസ്ഥിതി എന്തിനേയും നശിപ്പിക്കാനോ വേദനിപ്പിക്കാനോ ഒരു മതഗ്രന്ഥങ്ങളും പറഞ്ഞിട്ടില്ല. അപ്പൊ മതത്തിന്റെ വഴിക്കാണ് പോവേണ്ടത്. രണ്ടാമത് രാഷ്ട്രീയം പല പാർട്ടികളും തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് ഇലക്ഷൻ ജയിക്കും, തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് ഭരിക്കും. പക്ഷെ കുതന്ത്രങ്ങളാവരുത്. ഇന്ന് രാഷ്ട്രീയത്തിലും മതത്തിലും ഇന്ത്യയിൽ പ്രത്യേകിച്ചും കേരളത്തിൽ അതിലുപരി പ്രത്യേകിച്ചും വർഗീയ പ്രീണനം കൊണ്ടും കക്ഷി രാഷ്ട്രീയം കൊണ്ടും ക്യാൻസർ വന്നിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ ജനങ്ങളെ പറ്റിച്ച് ചില വിഭാഗങ്ങൾ രാഷ്ട്രീയം ഒരു കച്ചവടമാക്കിക്കൊണ്ട് രാഷ്ട്രീയം ജീവിക്കാൻ ഒരു മാർഗമാക്കി മാറ്റി. അത് തന്നെയാണ് ഇപ്പോൾ സഭയും ഒരു പരിധിവരെ ചെയ്യുന്നത്. ക്രിസ്തീയ സഭയാവട്ടെ, മുസ്ലിം പുരോഹിതന്മാരാവട്ടെ, ക്രിസ്ത്യാനി പുരോഹിതന്മാരാവട്ടെ, മതപണ്ഡിതന്മാരാവട്ടെ, എല്ലാവരും അവരുടെ കാര്യങ്ങൾ വരുമ്പോൾ അവർ ജീവിക്കാൻ വേണ്ടി ചില തട്ടിക്കൂട്ട് പരിപാടികൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ നാട് ഒക്കെ നശിച്ചു പോകുന്നത്. ഒരിക്കൽ കൂടി പറയുകയാണ്, മതവും രാഷ്ട്രീയവും തലമുറയുടെ, നാടിൻ്റെ, പരിസ്ഥിതിയുടെ നന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് തീരുമാനങ്ങളെടുത്ത് സുതാര്യതയോടുകൂടി, ട്രാൻസ്പെറൻസിയോടുകൂടി ഭരണഘടന വെച്ച് മുന്നോട്ട് പോയാൽ ഈ രാജ്യം നന്നാവും. നമ്മുടെ മക്കളൊന്നും നാട് വിട്ടുപോകില്ല. ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാവുന്നതിന് എത്രയോ മുമ്പേ ഉണ്ടായ ഭരണഘടനയാണ് ജർമ്മനിയിലെ ഭരണഘടന. ജർമ്മനിയിലേക്ക് ഇന്ന് കേരളത്തിൽ നിന്നും കുട്ടികളെല്ലാം കുടിയേറി പോവുകയാണ്. ഫ്രീ ആണെന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നതെന്നറിയോ? സത്യത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയിലും മോശമാണ് ജർമ്മനിയിലെ സാമ്പത്തിക സ്ഥിതി. നമ്മൾ ലോകത്ത് തന്നെ 4-ാം സ്ഥാനത്തും 3-ാം സ്ഥാനത്തുമായിട്ട് നിൽക്കുകയാണ് വേൾഡ് എക്കണോമിയിൽ. ശരിക്കും ജർമ്മനി നമ്മളെക്കാട്ടിലും പിന്നിലാണ്. പക്ഷെ കുട്ടികൾ അങ്ങോട്ട് പോകാനൊരു കാരണം, ജർമ്മനിയുടെ ഭരണഘടന പവിത്രമാണ്, വിശുദ്ധമാണ്. അതിൻ്റെ അകത്ത് വലിയ അഴിമതി ഒരു ഉടായ്പും പറ്റില്ല. കാരണം അവിടുത്തെ മന്ത്രിമാർക്കും MLA മാർക്കും MP മാർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും ജർമ്മൻ രാഷ്ട്രീയത്തിൽ, ജർമ്മൻ ഭരണഘടനയിൽ നിയമങ്ങളുണ്ട്. സുതാര്യത വേണം, അവരുടെ സ്വത്തുക്കൾ വെളിപ്പെടുത്തണം. അങ്ങനെ പല കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ അവിടെ രാഷ്ട്രീയക്കാർക്ക് നിന്നു പോകാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. നമ്മുടെ നാട്ടിൽ കട്ടും പൊട്ടിച്ചും ഒരു പരഗതിയും ഇല്ലാത്തവർ രാഷ്ട്രീയത്തിൽ വന്നാൽ കോടീശ്വരനാവുന്ന എന്തോ അത്ഭുതം നടക്കുന്നുണ്ട്. എല്ലാ പദ്ധതികളിലും കൈയിട്ട് വാരി. അപ്പൊ ഇന്നത്തെ എൻ്റെ വിഷയം
നമ്മുടെ ബഹുമാനപ്പെട്ട സീറോ മലബാർ സഭയിൽ ഭയങ്കര അടിയും ഇടിയും ബഹളവുമായി നടക്കുമ്പോൾ ആ കൊച്ചുങ്ങളെ ഒന്ന് മാറ്റണേ. അപ്പൊ ഈ നമ്മുടെ സഭയിൽ നടക്കുന്ന അടിയും ഇടിയും ബഹളവും കാരണം സെന്റ് മേരീസ് ബസലിക്ക പള്ളി പൂട്ടിയിട്ടിരിക്കുകയാണ്. അത് പൂട്ടാൻ കാരണം എന്താണ്? ഒരു സ്ഥലക്കച്ചവടവുമായി ബന്ധപ്പെട്ടാണ് ആദ്യം തുടങ്ങുന്നത്. അതിൽ ആലഞ്ചേരി പിതാവിനെ വിമർശിക്കുന്നു, തെറ്റിദ്ധരിക്കുന്നു, അല്ലെങ്കിൽ ശരിയായി ധരിക്കുന്നു. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. സുതാര്യതയില്ലാത്തത് കൊണ്ട്, കണക്കുകൾ അവതരിപ്പിക്കാത്തത് കൊണ്ട്, വിശ്വാസികളുടെ സഹകരണമില്ലാത്തത് കൊണ്ടാണ് സീറോ മലബാർ സഭയിലെ അല്ലെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ പള്ളി അടച്ചിടാൻ കാരണം ഈ തർക്കങ്ങൾ. പിന്നെ കുർബാന അങ്ങോട്ട് ചെല്ലണോ ഇങ്ങോട്ട് ചെല്ലണോ അത് പിന്നത്തെ വിഷയം. പൈസയുടെ സാമ്പത്തിക ക്രമക്കേടുകളും തിരിമറിയുമാണ് സെന്റ് മേരീസ് ബസലിക്ക 1.5 വർഷം പൂട്ടിയിടാൻ കാരണം. ഇനി ഞാൻ ഇതെല്ലാം പറയുമ്പോൾ പ്രത്യേകിച്ചും ക്രിസ്ത്യ സഭയിലുള്ളവരോട് ഞാൻ പറയുകയാണ്, അച്ഛന്മാരും കന്യാസ്ത്രീകളും ഇല്ലാത്ത, പുരോഹിതന്മാരും കന്യാസ്ത്രീകളും ഇല്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നടക്കും, ഇവരൊന്നും ഇല്ലെങ്കിലും ലോകം നടക്കും. പക്ഷെ കന്യാസ്ത്രീകൾ നമ്മുടെ നാട്ടിൽ നടത്തുന്ന സേവനങ്ങൾ, പാലിയേറ്റീവ് കെയറുകൾ, വയസ്സായവരെയും കഷ്ടപ്പെടുന്നവരെയും സഹായിക്കുന്നതും, ഒരു മരിച്ച വീട്ടിലാണെങ്കിലും ഒരു കഷ്ടപ്പെടുന്ന വീട്ടിലും കന്യാസ്ത്രീകൾ കയറി ഇറങ്ങി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് മറക്കാൻ കഴിയുമോ? പുരോഹിതന്മാരും അങ്ങനെയൊക്കെ തന്നെ. ക്രിസ്തീയ സഭ ഒരു കാലത്ത്, അതായത് ചാവറ കൾച്ചറൽ സെന്റർ അല്ലെ ചാവറ അച്ഛനുള്ള സമയത്ത്, പള്ളിയും പള്ളിക്കൂടം എന്ന് പറഞ്ഞ സമയത്ത് ക്രിസ്ത്യൻ മിഷണറികൾ കേരളത്തിലും ഇന്ത്യയിലും ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മറക്കാൻ പറ്റുമോ? അതിലൊന്നാണ് ലിസി ഹോസ്പിറ്റൽ. ലിസി ഹോസ്പിറ്റൽ വെറുതെ ആസ്പെറ്റോസ് ഇട്ട ഒരു ഷെഡാണ്. ജോസഫ് പാറേക്കാട്ടിൽ എന്ന ബിഷപ്പ്, കർദിനാൾ ജോസഫ് പാറേക്കാട്ടിലുള്ള സമയത്ത് വെറും ഒരു ഷെഡാണ്. നമ്മൾക്ക് അവിടെ 10 രൂപയുമായിട്ട് പോയാൽ, വെറും ഇന്ത്യൻ രൂപ 10 രൂപയുമായി പോയാൽ, 10 റുപ്പീസുമായി പോയാൽ ഡോക്ടറെ കണ്ട് മരുന്നും വാങ്ങി വരാം. അവിടെ നിന്ന് ഇപ്പോൾ നമ്മുടെ ലിസി ആശുപത്രി എത്തി നിൽക്കുന്നത് 10 ലക്ഷം രൂപയില്ലാണ്ട് ഒരുമാരപ്പെട്ട രോഗമായിട്ട് അവിടെ പോയാൽ തിരിച്ചു വരില്ല. എനിക്ക് വളരെ എളിമയുള്ള, പുഞ്ചിരിച്ച മുഖവും തുറന്ന മനസ്സും മനുഷ്യത്വമുള്ള ഹൃദയവുമുള്ള നമ്മുടെ ആർച്ച് ബിഷപ്പ് ആയി തെരഞ്ഞെടുത്ത എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചുമതലക്കാരനായി വന്നിരിക്കുന്ന റാഫേൽ തട്ടിൽ പിതാവിനോട് 2-3 അപേക്ഷകളുണ്ട്. ക്രിസ്തീയ സഭയിലെ എളിമയെക്കുറിച്ചും ഇടത്തെ കർണത്തടിച്ചാൽ വലത്തെ കർണം കാണിച്ചു കൊടുക്കണമെന്നുള്ളതൊന്നും ഞാൻ പിതാവിനോട് പറയാൻ ആളല്ല. ദിവസം മുഴുവനും ജീവിതം മുഴുവനും പുണ്യത്തിൻ്റെയും നന്മയുടെയും കാര്യങ്ങൾ പറയുകയും വിചാരിക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന റാഫേൽ തട്ടിൽ പിതാവിനോട് ഞാനത് പറയില്ല. പക്ഷേ എൻ്റെ 64 വയസ്സിലെ അനുഭവങ്ങൾ വെച്ച് എനിക്ക് ചിലത് താങ്കളോട് പറയാനുണ്ട്. ഒന്നാമതായി, ഞാൻ സെന്റ് മേരീസ് ബസലിക്ക ഇടവക അംഗമാണ്. ആന്റണി പടിയറ മുതൽ എനിക്ക് അവിടെ ചെയ്ത പ്രവർത്തനങ്ങൾ കൂടുതൽ ഓർമ്മയുമുണ്ട്. ആന്റണി പടിയറ ബിഷപ്പും നമ്മുടെ കേളന്തറ, പിന്നെ വർക്കി വിധേയത്തിൽ, ഇവരെല്ലാം പിതാവായിരിക്കുമ്പോൾ ധ്യാന കേന്ദ്രത്തിലും പെരുന്നാൾ നടത്തുന്നതിലും ആഘോഷങ്ങളിൽ കൂടുതൽ കോടികൾ ഇട്ട് കളിക്കുന്നതും ദൂർത്തടിക്കുന്നതിനെ കുറിച്ചൊക്കെ അവർ സംസാരിക്കുമായിരുന്നു. താറാവിനെ വളർത്തിയിട്ട് വന്ന ബിഷപ്പിനെ പോലും നമ്മുടെ ആലഞ്ചേരി പിതാവ് ആ സ്റ്റേജിൽ പോയി അവരോടൊപ്പം ഇരിക്കുകയും അവരെ വാഴ്ത്തി പറയുകയും ചെയ്തു. അതായത് താറാവിനെ വളർത്തിയിട്ട് സ്വയം പ്രഖ്യാപിതമായി ഞാൻ സ്വന്തമായി ബിഷപ്പ് എന്ന് പറഞ്ഞ ഒരാളെ നമ്മളുടെ സഭ വിശ്വാസം കൊണ്ടും ത്യാഗം കൊണ്ടും പ്രവൃത്തിയും പ്രവർത്തനങ്ങളും കൊണ്ട് ബിഷപ്പും കർദിനാളുമൊക്കെ ആയ ആൾക്കാരെ നമ്മൾ എങ്ങനെയാണ് എല്ലാവരെയും ഒരുപോലെ കാണാൻ സാധിക്കുന്നത്? അങ്ങനെയുണ്ടെങ്കിൽ നാളെ ഞാനും ബിഷപ്പാണല്ലോ. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. റാഫേൽ തട്ടിൽ പിതാവിനോട് വളരെ ബഹുമാനപൂർവ്വം അപേക്ഷിക്കുന്നു. ചിലത് പച്ചക്ക് പറയുന്നു. ഇന്നലെ വരെ പല തെറ്റുകളും കുറ്റങ്ങളും നടന്നിട്ടുണ്ട്. അതൊന്നും നമുക്ക് നോക്കണ്ട. ഇന്നലെ നടന്ന തെറ്റുകൾ നമുക്ക് പൊറുക്കാം, ക്ഷമിക്കാം.
പിതാവേ, ചില മാറ്റങ്ങൾക്കായിട്ട് നമുക്കൊന്ന് ഒരുമിക്കാം. നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ നമ്മുടെ കോളേജും ആശുപത്രികളും മതസ്ഥാപനങ്ങളിൽ മുഴുവൻ കച്ചവട മനസ്സുമായിട്ട് വരുന്ന പുരോഹിതന്മാരെ അധികം പ്രൊമോട്ട് ചെയ്യരുത്. എന്ത് ചെയ്താലും നമുക്കൊരു ലാഭം വേണം, എന്നാലല്ലേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമുക്ക് ആദ്യം തന്നെ കോളേജുകൾ എടുക്കാം. കോളേജുകളിൽ അഡ്മിഷൻ ഫീസ് മേടിക്കുന്നതിലും അധ്യാപകന്മാരെയും പ്രൊഫസേഴ്സിനെയൊക്കെ നമ്മുടെ സഭയുടെ സ്ഥാപനങ്ങളായ കോളേജുകളിൽ എടുക്കുമ്പോൾ അവിടെ അഴിമതി നടക്കുന്നുണ്ടോ, കൈക്കൂലി നടക്കുന്നുണ്ടോ, ഡൊണേഷൻ നടക്കുന്നുണ്ടോ എന്ന് ദയവായി തട്ടിൽ പിതാവ് ഒന്ന് ഇടപെടണം. അത് കഴിഞ്ഞിട്ട് താങ്കളുടെ തൊപ്പിയും കൊടിയും വടിയും ആരെങ്കിലും ഊരി മേടിക്കണമെങ്കിൽ മേടിച്ചോട്ടെ. യേശു ക്രിസ്തു എന്ന പാവം അദ്ദേഹത്തെ മാർക്കറ്റ് ചെയ്ത് കച്ചവട ബിസിനസ് ചരക്കാക്കരുത്. നമ്മുടെ യേശു ക്രിസ്തു വള്ളിച്ചെരുപ്പിട്ട് കഴുതപ്പുറത്ത് യാത്ര ചെയ്ത് ലളിത ജീവിതം നയിച്ച് കുരിശുമേൽ മരിച്ചു എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ പുരോഹിതന്മാരും ബിഷപ്പുമാരും എല്ലാം തന്നെ, പ്രത്യേകിച്ചും വികാരമുള്ള അച്ഛന്മാർ ഇന്ന് ചെയ്തു കൂട്ടുന്നത് ലളിതമുള്ള ജീവിതമല്ല. റാഫേൽ തട്ടിൽ പിതാവേ, അതൊക്കെ ഒന്നും കൂടി ശുദ്ധീകരിക്കാനുണ്ട്, നമുക്ക് ഒന്നും കൂടി വിശദീകരിക്കാനുണ്ട്. ഞാൻ എല്ലാം തികഞ്ഞ ആൾക്കാരാണെന്നും ഞാൻ എല്ലാം തികഞ്ഞവനുമാണെന്നല്ല പറയണ. പാപികളിൽ പാപികളായ ഞാൻ എൻ്റെ തെറ്റുകൾ തിരുത്താനും അതേപോലെ മറ്റുള്ളവരുടെ തെറ്റ് തിരുത്താൻ അവർക്കും ആവണം. അപ്പോഴാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥനയെല്ലാം അത് ഒന്ന് അർത്ഥശുദ്ധിയാവണം. ഞാൻ എല്ലാം തികഞ്ഞവനൊന്നുമല്ല, പുണ്യാളനല്ല. അതിപ്പോ റാഫേൽ തട്ടിലായാലും ആരായാലും. അപ്പൊ നമുക്ക് ഇതെങ്ങനെ ശരിയാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ, സഭാ സ്ഥാപനങ്ങളിലെങ്കിലും ചാർട്ടേഡ് അക്കൗണ്ട്സിന്റെ കള്ളക്കണക്കുകൾ സർക്കാരിന് കൊടുക്കരുത്. ഒരു മര്യാദ വിട്ട് ഡൊണേഷനുകൾ സ്വീകരിക്കരുത്. ഒരു മര്യാദ വിട്ട് പെരുന്നാൾ ആഘോഷങ്ങൾ വേണം, അതാണല്ലോ മനുഷ്യ ജീവിതം. പക്ഷെ ആഘോഷങ്ങൾക്ക് പരിധികൾ വേണം. പള്ളി പണിയുമ്പോൾ പരിധികൾ വേണം. ഒരു പരിധിയുമില്ലാണ്ട് എടപ്പള്ളി പള്ളി പണിതതുപോലെ 8 കോടിക്കും 16 കോടിക്കും പള്ളി പണിയുമ്പോൾ അവിടെ കുർബാന കാണാൻ വരുന്ന വിശ്വാസികൾ, ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ആ കുർബാന കൂടാൻ കർത്താവിന് വേണ്ടിയോട് പ്രാർത്ഥിക്കാൻ വരുന്നവർക്ക് കുടുംബമില്ല, ചോരാത്ത വീടില്ല, ജോലിയില്ല. രോഗികളായ അച്ഛനും അമ്മയും മക്കളും, ഓട്ടിസം വന്നും ക്യാൻസർ വന്നും കിഡ്നി രോഗികളായിട്ടുള്ള ആൾക്കാരും എടപ്പള്ളി പള്ളിയിലുണ്ട്. വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റാത്ത മാതാപിതാക്കളുണ്ട്. ചോരാത്ത വീട്, അല്ലെങ്കിൽ വേണ്ട വീട് പോലും ഇല്ലാത്ത അനേകം ആൾക്കാർ എടപ്പള്ളി ഇടവകയിലുണ്ട്. അപ്പൊ നമ്മൾ അടിസ്ഥാനപരമായി ആവശ്യങ്ങൾ തീർത്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. എല്ലാം തീർത്തിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പരിധി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ദർ ഇസ് എ ലിമിറ്റ് ഫോർ എവരിത്തിങ്. ഞാൻ പച്ചക്ക് പറയുമ്പോൾ സ്വയം കണ്ണാടിയിൽ നോക്കി പറയാറുണ്ട്, താനൊന്ന് ഇത്തിരി ലിമിറ്റ് ഇടണമെന്ന് ഞാൻ പറയാറുണ്ട്. പിന്നെ ഇവിടെ നടക്കുന്ന സാഹചര്യം കൊണ്ട് അറിയാണ്ട് പറഞ്ഞു പോകണം. അപ്പൊ തട്ടിൽ പിതാവിനോട് എനിക്ക് പറയാനുള്ളത്, പൊളിക്കുന്ന പള്ളികൾ ഇനി പൊളിക്കരുത്. ആ പള്ളിയെല്ലാം മ്യൂസിയം ആക്കി വെക്കണം. വെള്ളാർപാടം പള്ളി ആയാലും അർത്തുങ്കൽ പള്ളി ആയാലും മറ്റ് വിവിധ ഇടങ്ങളിലുള്ള പള്ളികൾ പൊളിക്കരുത്. അത് മ്യൂസിയം ആക്കി വെച്ചിട്ട് പുതിയ പള്ളി പണിയുക. ആ പുതിയ പള്ളി പണിയുമ്പോഴും അതൊരു പ്രാർത്ഥനാലയമായി നമുക്ക് തോന്നണം. അവിടെ ക്യാബറ ഡാൻസും ബാറും തുടങ്ങുന്ന വിധത്തിലുള്ള ഒരു സെറ്റപ്പ്, ഒരു കളറ് പള്ളിക്ക് ഉണ്ടാവരുത്. പള്ളിയുടെ അകത്തോട്ട് നമ്മൾക്ക് കയറുമ്പോൾ യേശു ക്രിസ്തുവിനെ ചിന്തിക്കാൻ, ലളിതമായി ജീവിച്ച, ത്യാഗപൂർവമായി ജീവിച്ച, സഹനം കൊണ്ട് ജീവിച്ച, സഹിച്ച് ജീവിച്ച യേശുവിനെ ചിന്തിക്കണമെങ്കിൽ ആ അന്തരീക്ഷം ആ പ്രാർത്ഥനാലയത്തിൽ ഉണ്ടാവണം. എടപ്പള്ളി പള്ളിയിൽ പോയാൽ ലളിതമായി ജീവിച്ച, കഴുതപ്പുറത്ത് യാത്ര ചെയ്ത, വള്ളിച്ചെരുപ്പിട്ട, കുരിശുമേൽ കയറി കുന്തം കൊണ്ട് കുത്തപ്പെട്ട, തലയിൽ മുൾക്കരീടം വെച്ച യേശു ക്രിസ്തുവിനെ എടപ്പള്ളി പള്ളിയിൽ പോയാൽ നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഏതോ ഷെയ്ഖിന്റെ കൊട്ടാരത്തിൽ പോയതുപോലെയല്ലേ? അപ്പൊ പള്ളി പണിയുമ്പോൾ അതിനൊരു പരിധി വേണം. കോളേജുകളിൽ അധ്യാപകരെയും അവിടെ പിള്ളേർ വരുമ്പോൾ അവരുടെ നിന്ന് ഡൊണേഷൻ ഫീസ് മേടിക്കുമ്പോഴും ഒരു മര്യാദ വേണം, ഒരു പരിധി വേണം. ഇനി ഞാൻ പറയാൻ പോകുന്നത് റാഫേൽ തട്ടിൽ പിതാവ് ശ്രദ്ധിച്ചു കേൾക്കണം, മറ്റു പുരോഹിതന്മാരും ശ്രദ്ധിച്ചു കേൾക്കണം. നമുക്ക് എറണാകുളം ലിസി ആശുപത്രി തന്നെ ആദ്യം എടുക്കാം. നമ്മുടെ സഭക്ക് അനേകം ആശുപത്രികളുണ്ട്. എന്നാലും എൻ്റെ തൊട്ടടുത്തുള്ള പാറേക്കാട്ടിൽ പിതാവ് തൊട്ട് ബന്ധമുള്ള എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് 4-5 മിനിറ്റ് നടന്നാൽ എത്തുന്ന ലിസി ആശുപത്രിയെ കുറിച്ച് തന്നെ ഞാൻ ആദ്യം പറയാം.
അവിടെ ചാർട്ടേഡ് അക്കൗണ്ട് കള്ളക്കണക്ക് എഴുതുന്നുണ്ടോ എന്ന്, ഗവൺമെന്റിനെ തെറ്റിദ്ധരിപ്പിച്ച് കണക്ക് എഴുതുന്നുണ്ടോ എന്ന് തട്ടിൽ പിതാവ് അന്വേഷിക്കണം. ക്രിസ്തീയ സഭ, ക്രിസ്തുവിന്റെ സഭ, നമ്മൾ ഒരിക്കലും ഇത്തരം തട്ടിപ്പുകൾ ചെയ്യരുത്. ഇന്നലെ വരെ നടന്ന് പോയിക്കോട്ടെ. നാട്ടുകാർ മുഴുവൻ കിണ്ടി കാക്കണമെന്നും പറഞ്ഞ് എനിക്ക് മൊന്ത കാക്കാൻ പറ്റുമോ? നാട്ടുകാർ മുഴുവൻ ഉരുളി കാക്കണമെന്നും പറഞ്ഞ് എനിക്കൊരു ചീഞ്ചട്ടി കാക്കാൻ പറ്റുമോ? അപ്പൊ അത് ചെയ്യരുത്. തട്ടിൽ പിതാവ് ലിസി ആശുപത്രിയിൽ വാങ്ങുന്ന മരുന്നുകൾ, പ്രത്യേകിച്ചും ക്യാൻസർ രോഗികൾക്ക് വേണ്ടി വാങ്ങുന്ന മരുന്നുകൾ, ഇതൊരു അപേക്ഷയാണ് റാഫേൽ തട്ടിൽ പിതാവും ലിസി ഹോസ്പിറ്റലിന്റെ ഡയറക്ടർ അച്ഛനോട് ഞാൻ പറയുകയാണ്. ലിസി ഹോസ്പിറ്റൽ വാങ്ങുന്ന മരുന്നുകളുടെ വില വെബ്സൈറ്റിൽ ഇടണം, ആശുപത്രി ഫാർമസിയുടെ അവിടെയും പ്രദർശിപ്പിക്കണം. എന്നിട്ട് നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ലിസി ആശുപത്രി വാങ്ങുന്ന മരുന്നിന്റെ വില പ്രദർശിപ്പിച്ചതിന് ശേഷം 25% ലാഭം എടുത്തോ, വേണ്ട 50% ലാഭം എടുത്തോ. ദൈവത്തെ ഓർത്ത് ക്യാൻസർ രോഗികളെയും വൃക്ക രോഗികളെയും ഹൃദ്രോഗികളെയും ലൈഫ് സേവിങ് മെഡിസിൻസ്, ജീവൻ രക്ഷാ മരുന്നുകളിൽ 100 രൂപയുടെ മരുന്നിന് 1000 രൂപ മേടിക്കരുത്. 1000 രൂപയുടെ മരുന്നിന് 1,00,000 രൂപ മേടിക്കരുത്. റാഫേൽ തട്ടിൽ പിതാവ് ഇത് കേൾക്കുകയാണെങ്കിൽ, ഞാൻ താങ്കൾക്ക് ഒരു ലെറ്റർ വായിക്കുന്നുണ്ട്, ഒഫീഷ്യലായിട്ടൊരു ലെറ്റർ അയക്കുന്നുണ്ട്. ഇത് കേൾക്കുകയാണെങ്കിൽ ലിസി ആശുപത്രിയിൽ ഇന്നലെ വരെ നടന്ന അഴിമതികൾ, ഇന്നലെ വരെ നടന്ന വഞ്ചനകൾ, ഇന്നലെ വരെ നടന്ന കള്ളത്തരങ്ങൾ നമുക്ക് മറക്കാം, പൊറുക്കാം, ക്ഷമിക്കാം. ദയവായി യേശുവിനെ മുഖത്ത് കാണുന്നവർ, യേശുവിനെ ഹൃദയത്തിലേറ്റിയവർ, ക്രിസ്തുവിനെ ഉൾക്കൊണ്ട ക്രിസ്ത്യാനികൾ ഒന്ന് കേൾക്കണം. ക്യാൻസർ രോഗികളുടെ മരുന്നിൽ 100%, 500%, 1000% ലാഭം എടുക്കരുത്. 10 മടങ്ങ് വില എടുക്കരുത്, 10 ഇരട്ടി വില എടുക്കരുത്. ഈ ആഴ്ച തന്നെ റാഫേൽ തട്ടേൽ ലിസിക്ക് നിർദ്ദേശം കൊടുക്കണം. അത് കഴിഞ്ഞാൽ ലൂർദും അമല ഹോസ്പിറ്റലും ലിറ്റിൽ ഫ്ലവറും സഭയ്ക്ക് എവിടെയൊക്കെ ഉണ്ട് ആശുപത്രി, അവരോടൊക്കെ പറയണം, നിങ്ങൾ വാങ്ങുന്ന വിലയും കൊടുക്കുന്ന വിലയും പ്രദർശിപ്പിച്ചാൽ സുതാര്യത എന്ന് പറയാം, അവിടെ ധർമ്മം എന്ന് പറയാം, അവിടെ മനസാക്ഷി എന്ന് പറയാം, അവിടെ മനുഷ്യത്വം എന്ന് പറയാം. ദൈവത്തെ ഓർത്ത് ക്രിസ്തീയ സഭയിലും ക്രിസ്തുവിലും വിശ്വസിക്കുന്നവരെ വാക്കുകൾ കൊണ്ട്, പ്രസംഗങ്ങൾ കൊണ്ട് നിങ്ങൾ ഞങ്ങളെ പറ്റിച്ചിട്ട്, നിങ്ങൾ വലിയ കരിമീനും മട്ടനും ചിക്കനും തിന്നിട്ട് ബാക്കിയുള്ളവരോട് ലളിത ജീവിതം നയിക്കാൻ പറഞ്ഞാൽ അത് കേൾക്കുന്ന പിള്ളേരല്ല ഇന്നത്തെ തലമുറ. ദൈവത്തെ ഓർത്ത് ലളിത ജീവിതവും സത്യസന്ധമായ ജീവിതവും, നിങ്ങൾ പുരോഹിതന്മാരാണ് ഞങ്ങൾക്ക് കാണിച്ചു തരേണ്ട വഴികാട്ടികൾ. ഞാൻ പറയുന്നത് അധികപ്പറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ക്ഷമിച്ചില്ലെങ്കിലും 64 കഴിഞ്ഞ് എനിക്ക് ജീവിക്കാൻ ആഗ്രഹം വരെ ഇല്ലാത്ത ഒരാളാണ്. കാരണം കേരളത്തിൽ ബീഫ് കറിയിൽ ഗ്രേവി ഇല്ല, ചാറില്ലെന്ന് പറഞ്ഞ് വെട്ടിക്കൊല്ലുന്ന ഒരു നാട്ടിൽ നാളെ നേരം വെളുത്ത ഭാഗ്യം തന്നെ. ചെടിച്ചട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും ഒരാളെ തലക്ക് തല്ലിയപ്പോൾ അത് രക്ഷപ്പെടുത്തലാണെന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയുടെ നാട്ടിൽ ജീവിക്കുന്നതിലും നല്ലത് ചാവുന്നതാണ്. ഒരിക്കൽ കൂടി പറയുകയാണ്, ചെടിച്ചട്ടി കൊണ്ട് ഒരുത്തന്റെ തലക്കടിക്കണ, ഹെൽമെറ്റിന്റെ തലക്കടിക്കുന്ന 10-20 പേര് ചേർന്ന് ഒരാളെ ചവിട്ടിക്കൂട്ടുമ്പോൾ അത് കണ്ട ദുഷ്ടനായ, മനുഷ്യത്വമില്ലാത്ത, ഹൃദയമില്ലാത്ത, വെറും തറഗുണ്ടയായ ഒരു നേതാവ് പറയുകയാണ് അത് ഞങ്ങൾ രക്ഷിക്കുകയാണെന്ന്. അങ്ങനെ രക്ഷിക്കുന്ന, ഹെൽമെറ്റും ചെടിച്ചട്ടിയും വെച്ച് തലക്കടിച്ച് രക്ഷിക്കുന്ന ഒരു നേതാവ് ഭരിക്കുന്ന നാട്ടിൽ ജീവിക്കുന്നതിലും നല്ലത് അടുത്ത നിമിഷം ചാവുന്നതല്ലേ, മരിക്കുന്നതല്ലേ. അങ്ങനെയൊന്നും ഭയപ്പെട്ടിട്ട് കാര്യമില്ല. 2018 വെള്ളപ്പൊക്കവും 2020 കോവിഡൊന്നും മലയാളി പഠിച്ചിട്ടില്ല, ജനം പഠിച്ചിട്ടില്ല. നമ്മളൊക്കെ ഒരു മുള്ളു കൊണ്ടാൽ തീരാവുന്ന ഇതേ ഉള്ളു. വീരവധം പറയുന്ന ബെന്നി ജോസഫ് പുറത്തോട്ട് വിടുന്ന ആശ്വാസമാണ് എൻ്റെത്, അകത്തോട്ട് വലിക്കുന്നത് ദൈവം തമ്പുരാൻ തരുന്നതാണ്. അപ്പൊ രോഗികളെ ഇങ്ങനെ ചൂഷണം ചെയ്യരുത്. റാഫേൽ തട്ടിൽ പിതാവ് നമുക്ക് ഒരു സ്ഥലത്തുനിന്ന് അങ്ങോട്ട് തുടങ്ങാം, കോളേജോ ആശുപത്രി എവിടെന്നെങ്കിലും. ഇന്നലെ വരെയും അങ്ങനെയാണ് ചെയ്തത്. പിന്നെ ലിസി ആശുപത്രിയിൽ ഒരച്ഛൻ ഞാൻ ഇത് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, എടാ ഞങ്ങളാകെ കടവണെന്ന് പറഞ്ഞു. അതെങ്ങനെ കടം വരാതിരിക്കും? ഞാൻ കണ്ട ആസ്പെറ്റോസ് ഷെഡിൽ നിന്നും ലിസിക്കുന്ന എത്ര കെട്ടിടമുണ്ട്, ലിസിക്ക് എത്ര മുറികളെല്ലാം ഇത് വന്നു. അത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ കലൂര് നാഷണൽ ഹൈവേയിൽ ഗോകുലം പാർക്കിന്റെ മുമ്പിൽ
കലൂർ ബസ് സ്റ്റാൻഡിന്റെ സമീപത്തുള്ള PVS ഹോസ്പിറ്റലിൽ ലിസി മേടിച്ചില്ലേ? നല്ല കാര്യം, മേടിക്കണം, ഇതൊക്കെ മേടിക്കണം, ലാഭം വേണം, നടത്തിക്കൊണ്ടുപോകണം. പക്ഷെ കോടികൾ കടമെടുത്തിട്ട് പിന്നെ കടമാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കടം ഒരിക്കലും തീരില്ല, സഭയുടെ കടം ഒരിക്കലും തീരില്ല. കാരണം നിങ്ങൾ ഇനി PVS മേടിച്ചാൽ നിങ്ങൾ ഇനി ആസ്റ്റർ മേടിക്കും, ആസ്റ്റർ മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സെക്രട്ടേറിയറ്റ് മേടിക്കും. ഇതെല്ലാം വയറിളക്കം വന്നവന്റെയും ക്യാൻസറിന്റെയും രോഗികളെയും ഞെക്കിപ്പിഴിഞ്ഞ് അവന്റെ കുടുംബവും പശുവിന് വെള്ളം കൊടുക്കാൻ അലുമിനിയം പാത്രം വരെ വിറ്റിട്ട് തിന്നരുത്. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, മാനം മര്യാദയുള്ള ലാഭം എടുക്കുക. ഇനി ഒരു കാര്യം പറയാനുള്ളത്, ഞങ്ങളൊക്കെ ബസിലിക്കയിൽ കുർബാനക്ക് വരുമ്പോൾ അല്ലെങ്കിൽ പണ്ട് കാലത്ത് പള്ളിയിൽ വരുമ്പോൾ ആദ്യ ഞായറാഴ്ചകളിൽ ആ പള്ളിയിൽ നടക്കുന്ന പ്രധാന കാര്യങ്ങളിലെ വരവ് ചെലവ് കണക്കുകൾ വായിക്കുമായിരുന്നു. ഒരിക്കൽ കൂടി പറയുകയാണ്, പഴയ കാലത്ത് പള്ളിയിൽ ആദ്യ ഞായറാഴ്ച ആ ഒരു മാസത്തെ പള്ളി ചെലവാക്കിയതും കിട്ടിയതും വരവും ചെലവും കണക്ക് സഹിതം തെളിവ് സഹിതം കൈക്കാരന്മാരൊക്കെ കൂടി പള്ളിയിൽ പ്രസംഗിക്കുമായിരുന്നു. ഇന്ന് പല പള്ളികളിലെയും ഈ എന്താ പറയുക, കൈക്കാരന്മാരും പള്ളിയുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്നവരൊക്കെ പെയിന്റ് അടിച്ചാലും ശരി, പെരുന്നാൾ നടത്തിയാലും ശരി, കുറെ കക്കും. അതില്ലാണ്ടാവണമെങ്കിൽ സുതാര്യത വേണം, ട്രാൻസ്പെറൻസി വേണം, കണക്ക് വായിക്കണം. ബഹുമാനപ്പെട്ട സീറോ മലബാർ സഭയുടെ അധ്യക്ഷനും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പിതാവായി തെരഞ്ഞെടുത്ത റാഫേൽ തട്ടിൽ പിതാവ് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. താങ്കൾ ഇടപെടണം. താങ്കൾ സൗമ്യനാണ്, നന്നായി സംസാരിക്കുന്ന ആളാണ്, സത്യസന്ധനാണ്. താങ്കളുടെ പാതയെ ഞങ്ങൾ അനുഗമിക്കും. ദയവായി തെറ്റ് പറ്റിയത് പറ്റിപ്പോയി, തിരുത്തി മുന്നോട്ട് പോവാൻ താങ്കൾക്കാവണം. അതിൽ ആദ്യം എടുക്കേണ്ടത് ലിസി ആശുപത്രിയിലെ, നമ്മുടെ സഭയുടെ എല്ലാ ആശുപത്രിയിലെയും മരുന്ന് വിൽപ്പനയും രോഗികളെ ആരോഗ്യ മേഖലയിലെ ചൂഷണത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ശേഷം സഭയുടെ എല്ലാ കണക്കും സർക്കാരിനെയും മറ്റാരെയും പറ്റിക്കാതെ, ചാർട്ടേഡ് അക്കൗണ്ടിന്റെ കള്ളക്കളിക്കൊന്നും കൂട്ടുനിൽക്കാതെ ലളിതവും സുതാര്യതയും സത്യസന്ധതയുമുള്ള കണക്കുകളും മറ്റുമായി പോവാൻ ഞാൻ കൂടി ചേർന്ന ചെറിയ ഒരു ഇടയൻ. പിതാവേ, ഞാൻ താങ്കളുടെ ഒരു ചെറിയ ഇടയനാണ്, ആട്ടുംകുട്ടി പോലും അല്ല. അപ്പൊ എന്നെ പോലെയുള്ള ആൾക്കാരെയൊക്കെ ബോധ്യപ്പെടുത്താനെങ്കിലും ഞായറാഴ്ച കുർബാനക്ക് വരുമ്പോഴൊക്കെ ഇത്തരം നല്ല ജനകീയമായ പ്രസംഗങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് അവിടെ ചുറ്റിപ്പറ്റി പള്ളിയുടെ കാശ് കൊണ്ട് തിന്നു ജീവിക്കണവരെയൊക്കെ കർത്താവ് പണ്ട് ചാട്ടയെടുത്ത് പള്ളിയിൽ അടിച്ച പോലെ താങ്കൾ ആരെയും ചാട്ടയെടുത്ത് അടിക്കേണ്ട, കള്ളന്മാരെ ഒഴിവാക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യണം. എനിക്ക് കുറെ കാര്യങ്ങൾ അറിയാവുന്ന സ്ഥിതിക്ക് റാഫേൽ തട്ടിൽ പിതാവ് എന്നെങ്കിലും ഒരവസരം ഒന്ന് ക്ഷണിച്ചാൽ, ഒന്ന് വിളിച്ചാൽ ഓടിയെത്തും താങ്കളുടെ മുൻപിൽ. കുറെ കാര്യങ്ങൾ നമുക്ക് തിരുത്താൻ പറ്റും പിതാവേ. റാഫേൽ തട്ടിൽ പിതാവിനോട് സകല ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞ വാക്കുകളിൽ ചില കാഠിന്യമുള്ള വാക്കുകൾ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. താങ്കളുടെ മുന്നോട്ടുള്ള സഭയ്ക്ക് വേണ്ടി, യേശുക്രിസ്തുവിന് വേണ്ടി, സത്യത്തിനും ക്രിസ്ത്യാനികളുടെയും നാടിന്റെയും ഉന്നമനത്തിന്, നമ്മുടെ കർത്താവ് ക്രിസ്ത്യാനികളുടെ രക്ഷകനല്ലല്ലോ, ലോകരക്ഷകനല്ലേ, ലോകം, വേൾഡ് സേവിയർ. അപ്പൊ ലോകരക്ഷകനായ ആ കർത്താവിന്റെ പിന്തുണയോട് കൂടി ആ പാത പിന്തുടരാൻ റാഫേൽ തട്ടിൽ പിതാവ് എപ്പോൾ ഒന്ന് പറഞ്ഞാൽ, ക്ഷണിക്കൊന്നും വേണ്ട, എപ്പോൾ പറഞ്ഞാലും അടിയൻ ഓടിയെത്തും. ആരോഗ്യ മേഖലയിലെ ചൂഷണത്തെക്കുറിച്ച് കഴിഞ്ഞ 25 കൊല്ലം ഞാൻ പഠിച്ച പാഠങ്ങൾ, തെളിവുകൾ കേരള ഹൈക്കോടതിയിലും കിടക്കുന്നുണ്ട്. താങ്കളെ ഞാൻ സഹായിക്കാം. ആരോഗ്യ മേഖലയിലെ ചൂഷണങ്ങൾ, കൊള്ളകൾ ലിസി ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ശുദ്ധീകരിച്ച് തുടങ്ങാം. എല്ലാ ക്രിസ്ത്യാനികൾക്കും ക്രിസ്തുവിന്റെ ലളിത ജീവിതം നയിക്കാനും സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും പാത പിന്തുടരാനും ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി റാഫേൽ തട്ടിൽ പിതാവും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. എല്ലാവർക്കും നല്ലത് വരട്ടെ. റാഫേൽ പിതാവിന് ഈ സഭ നല്ല രീതിയിൽ സത്യസന്ധമായി മുന്നോട്ട് നയിക്കാനാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.